ഓക്കെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവും അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നൊരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ഏത് മതമാണ് ശരിക്കും നല്ലത്, അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരിക്ക് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഏത് മതമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കാര്യം എടുക്കാം. അതോടൊപ്പം തന്നെ ഒരുപാട് വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ലോകത്തിൽ പല രാജ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ മതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിരലിൽ എണ്ണുന്നതിലേക്കാണ് കൂടുതൽ മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെക്യുലർ നാഷനാണല്ലേ, മതേതരത്വ രാജ്യം. നമ്മുടെ ഭരണഘടനയിൽ തന്നെ മതേതരത്വ ഇന്ത്യ. എന്നാൽ ഈ മതേതരത്വ ഇന്ത്യ രൂപപ്പെടുന്നതിനൊക്കെ മുമ്പ് വളരെ പണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ രൂപപ്പെട്ട മതങ്ങൾ. ഇന്ത്യയിൽ നമുക്കറിയാം സിന്ധു നദി തട സംസ്കാരം, അതായിരുന്നു നമ്മൾ നിലവിലുണ്ടായിരുന്ന സംസ്കാരം. അതോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ കുറുകെ ഉണ്ടായിരുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഉത്ഭവിച്ച സംസ്കാരങ്ങൾ അല്ലേ. അപ്പോൾ ഹിസ്റ്ററിയെ പറ്റി ഞാൻ അധികം പറയുന്നില്ല, എന്നാൽ പോലും നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചത് മനുഷ്യരായിരുന്നുണ്ടല്ലേ. കല്ലിനെയും അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതേ സമയത്ത് നമുക്കറിയാം മെസപ്പൊട്ടോമിയ സംസ്കാരം, അവിടെയാണ് ആദ്യമായിട്ട് എബ്രഹാമിക് റിലീജിയൻ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്നുള്ളൊരു സങ്കല്പം വന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അപ്പോൾ ഏത് മതം അല്ലെങ്കിൽ ഏത് മതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇനി വരാൻ പോകുന്ന കാലത്തിൽ എല്ലാവരുടെയും മതം. അപ്പം മതം എന്ന വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, അഭിപ്രായം. മലയാളം വാക്ക് മതത്തിൻ്റെ അഭിപ്രായമാണ്, അതായത് നമ്മൾക്കൊരു അഭിപ്രായം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ അനിവാര്യത ഉണ്ടോയെന്നല്ലേ. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പം മതം ഉപേക്ഷിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പണ്ട് കാലം തൊട്ടേ ഉള്ളൊരു ഇതാണ് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെ പേരിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നല്ലേ. അപ്പോൾ അതൊരിക്കലും തീരാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ഇപ്പം ഈ ലോകത്തിൽ കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അത് ഇപ്പോഴും ഉണ്ടല്ലേ. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇനി ബാക്ക് ടു ദ ടോപ്പിക്ക്, നമ്മുടെ സംസ്കാരങ്ങൾ അല്ലേ. സിന്ധു നദി തട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം മനുഷ്യർ കല്ലിനെയും മണ്ണിനെയും പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു. അങ്ങനെയാണ് അവതാരങ്ങൾ അല്ലെങ്കിൽ മത്സ്യകൂർമ്മ വരാഹസ്യ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം ആ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ അവതാരങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഓരോ അവതാരങ്ങളായിട്ട് നമ്മൾ ഇവിടെ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിലുണ്ടായിരുന്ന ഉപയോഗിച്ചിരുന്ന പ്രവാചകന്മാർ, അതായത് ദൈവം അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിട്ട് അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രവാചകന്മാർ വരികയാണ്. പിന്നീട് ഒരു കാര്യം, ഇത് തീർത്തും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം എൻ്റെ ഒരു വിശകലനത്തിൽ നിന്ന് കിട്ടിയ ചെറിയ അറിവ് മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഈ പറയുന്നത് വായിച്ചറിഞ്ഞതും അല്ലെങ്കിൽ കേട്ടറിഞ്ഞതുമായിട്ടുള്ള കുറച്ച് ഞാൻ കേട്ടറിഞ്ഞ കാര്യം എൻ്റെ അഭിപ്രായത്തോടാണ്. അപ്പം നിങ്ങൾക്കിതിന് മറു അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം എബ്രഹാമിക് റിലീജിയൻസ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജൂതമതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം മതമായിക്കോട്ടെ, ഇതിനെയൊക്കെ ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം പരിശോധിക്കാം. ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക്, ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇനി വരാൻ പോകുന്നത് കൽക്കി അവതാരം, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവതാരങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ പോലെ പ്രവാചകന്മാരായാലും ഓരോ കാലഘട്ടത്തിൽ അൾട്ടിമേറ്റ്ലി ഇവയൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഭൂമിക്കൊരു ക്രിയേറ്റർ ഉണ്ടെന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ശക്തി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കോൺസെപ്റ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ മതങ്ങളുടെ കാര്യമുണ്ട്. ഇനി സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സയൻസിൽ വിശ്വസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഏത്തിസ്റ്റുകളായിരിക്കും അല്ലേ. അതായത് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിൽ. കാരണം നമ്മുടെ യുക്തിയും സയൻസും വെച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷേ
ഇനി ഒരുപാട് പേരുണ്ടാവും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരല്ലേ, ദൈവമേ ഇല്ലയെന്ന് വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. എനിക്കൊന്ന് ലോകത്തിലെ ദൈവവിശ്വാസികളെക്കാളും കൂടുതൽ ഒരു മതങ്ങളും വിശ്വസിക്കാത്തവരാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, മതം അനിവാര്യമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മതം അനിവാര്യം തന്നെയാണ്. എന്നാൽ ഒരു മതം മറ്റൊരു മതത്തിനേക്കാളും വലുതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് ഒരാളുടെ മനസ്സിൽ വരുന്നതോടെയാണ് പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അല്ലേ. നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, നമ്മുടെ വിശ്വാസം ശരിയായിരിക്കാം, എന്നാൽ ഇതേപോലെ മറ്റൊരാൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബേസിക് റൂട്ടീൻ ഓഫ് ലൈഫ് ഉണ്ടാവും അല്ലേ. ഓരോ മതങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ആ വേ ഓഫ് ലൈഫ് ഉണ്ടാവും. എന്നാൽ അത് ശരിയല്ല, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്നിടത്ത് ആണ് പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്നത് മതങ്ങൾ വേണ്ട അല്ലെങ്കിൽ ദൈവവിശ്വാസമേ വേണ്ട, ദൈവവിശ്വാസമാണ് ഇതെല്ലാം കാരണം എന്നല്ല. തീർച്ചയായിട്ടും ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതവും അതോടൊപ്പം തന്നെ ഒരുപാട് ജീവിത മൂല്യങ്ങളും. അപ്പോൾ എന്തുകൊണ്ട് മതം ഒട്ടും ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം അല്ലേ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് ആത്മീയമായിട്ടും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനും അതോടൊപ്പം തന്നെ മൃഗങ്ങളും തമ്മിൽ വേർതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആഹാരം ഇവനും കൂടെ പങ്കിടാം, ഒരാൾക്കും കൂടെ പങ്കിടാം, ഇങ്ങനെയുള്ള ആത്മീയ ഗുണങ്ങളല്ലേ അല്ലേ. എന്നാലും നമുക്ക് ആത്മീയമായിട്ടുള്ള ഈ ഗുണങ്ങളൊന്നുമില്ല, നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഗ്രോത്തും അല്ലെങ്കിൽ നമുക്കൊരു സ്പിരിച്വാലിറ്റി ഇല്ല, നമ്മൾ ഫിസിക്കലായിട്ട് മാത്രം ഒരു മൃഗത്തിനെ പോലെ ജീവിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ ചിലപ്പം ദ്രോഹിക്കുന്നു. ഒരു പരിധി വരെ മതങ്ങൾ അല്ലെങ്കിൽ ദൈവവിശ്വാസം സഹായിക്കുന്നുണ്ട് തന്നെ നമുക്ക് തീർത്തും പറയുന്നുണ്ട്. ഇന്ന് പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ എന്തിനും ഒരു ലിമിറ്റ് നമ്മൾ വെക്കേണ്ടതാണ്. അതായത് നമ്മളൊരു 100% ആത്മീയത മാത്രമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ആത്മീയപരമായിട്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ പണത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വിടാം. ഇനി ബാക്ക് ടു ദ ടോപ്പിക്ക്. അപ്പം ഏത് മതമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതല്ലേ. ഇനി വരുന്ന കാലം നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ആ സഹിഷ്ണുതയാണ്. അതായത് നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതല്ല നമ്മൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ, ഓരോ മതങ്ങളിൽ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സാമ്യതകൾ കാണാം. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമുക്കറിയാം, ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, അതുപോലെ തന്നെ ശിവൻ അല്ലേ, ഇവർ 3 പേരും ചേർന്നിട്ടാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് പറയാം. അതായത് ബ്രഹ്മാവാണ് ക്രിയേഷൻ, അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു, അതോടൊപ്പം തന്നെ ശിവൻ എന്ന് പറഞ്ഞാൽ സംഹാരം അല്ലെങ്കിൽ ഡിസ്ട്രോയ് എന്നതിൻ്റെ ആ കോൺസെപ്റ്റിലുള്ള വിശ്വാസമാണ് അല്ലേ. അപ്പോൾ ഈ 3 സ്റ്റേജസ് ഓഫ് ഇതല്ലേ, ഇതേ കോൺസെപ്റ്റാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഹോളി സ്പിരിറ്റ്, ഫാദർ, സൺ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തീർച്ചയായിട്ടും ഇതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ കാണാൻ പറ്റും. ഇതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എത്തിക്കുന്ന ദൈവത്തിലേക്കാണ്, അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ എന്നുള്ള ഇത് കോൺസെപ്റ്റിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഇനി ഭാവിയിൽ. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് വളരെ ലെന്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതായാലും വളരെ ചുരുക്കത്തിൽ വളരെ ഈസി ആയിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി വരാൻ പോകുന്ന കാലത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മതവും ഒന്നിന് മുകളിലല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ മതങ്ങളും അല്ലെങ്കിൽ പ്രവാചകന്മാരും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങളും ഒക്കെ വന്നു, അവയൊക്കെ നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ദൈവം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ പല വിഭാഗങ്ങൾക്ക് വേണ്ടിയല്ല, എല്ലാം മനുഷ്യരാശിക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ സയൻസിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അത് അവരുടെ ഒരു കോൺസെപ്റ്റാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളും പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം
സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും ഉത്തരവില്ല അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ നിങ്ങളൊരു ദൈവവിശ്വാസിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രകാരം ദൈവമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നിരീശ്വരവാദിയാണോ, അതോ നിങ്ങൾ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നവരാണോ, അതോ ഈ മതം മാത്രമാണോ ശരി, ഇനി വരാൻ പോകുന്ന കാലത്തിൽ മതങ്ങളുടെ അനിവാര്യത, ഫിസിക്കൽ ഗ്രോത്തും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്തും രണ്ടും 50-50% വേണോ എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം.